ഈ ഓൺലി ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കണക്ക് വന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് വന്ന് പറഞ്ഞാൽ 1.4 മില്യൺ US പെൺകുട്ടികളാണ്, US മാത്രമുള്ള പെൺകുട്ടികളാണ് ഓൺലി ഫാൻസ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളത്. ആലോചിച്ചൊക്കെ ഇപ്പോൾ ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സാണത്, 18 വയസ്സായ ആൾക്കാർ, അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ അടക്കാൻ പൈസ ഇല്ല. ഇപ്പോൾ അമേരിക്കത്തെ കൾച്ചർ എനിക്കറിയില്ലേ, അവിടുത്തെ കൾച്ചർ പറഞ്ഞാൽ 18 വയസ്സ് ആ ഒരു ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ പേരൻസിന് അവരെ മുകളിൽ ഒന്നുമില്ല. പിന്നെ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്തിട്ട് എന്താ എങ്ങനെ വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പഠിക്കുക എന്നാണ് അവരോട് പറയാം. അപ്പോൾ അവർ പഠിക്കാൻ പോകണമെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ തീർച്ചയായിട്ടും ഓൺലി ഫാൻസ് ആണ്. പ്രത്യേകിച്ച് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ, ഭംഗി വേണമെന്നില്ല, ചില ആൾക്കാർ മുഖം പോലും കാണിക്കാണ്ട് മറ്റേ മ്യൂസിയത്തിന് പോലെ മുഖം കൂടി കടക്കാൻ മുഖം പോലും കാണിക്കാണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു ഇതുണ്ട്, മോണോപ്പൊളി ഉണ്ട്. ഈ മെയിനായിട്ടുള്ള ആക്ടർമാരൊക്കെ ഉണ്ടല്ലോ, മെയിനായിട്ടുള്ള ആക്ട്രസ്മാർ, അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരെ കാട്ടി. നമുക്ക് ഏകദേശം മൈനപ്പ് ചെയ്യാം. ഓൺലി ഫാൻസിൽ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടി ലിലിയം ഫിലിംസ് പറഞ്ഞൊരു പെൺകുട്ടി, അവൾ പറയണമെന്ന് എനിക്ക് റെക്കോർഡ് അടിക്കണം. ഇപ്പോൾ കറൻ്റ് ഉള്ള റെക്കോർഡിംഗ് ഒന്ന് 800 സംതിങ് ആണ്. അതായത് ഒരു ദിവസം മാക്സിമം എത്ര ആൾക്കാരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുള്ള റെക്കോർഡ് 800 സംതിങ് ആണ് ഇപ്പോൾ കറൻ്റ് വേൾഡ് റെക്കോർഡായി കിടക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ലിലിയം ഫിലിംസ് പറഞ്ഞൊരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായി, കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറയണമെന്ന് പറഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് എത്രത്തോളം അതപ്പതിച്ചൊരു സമൂഹം എന്ന് ആലോചിക്കണം. ഒരു പെൺകുട്ടിയുടെ മൈൻഡ് സെറ്റ് ഇത്രയും രീതിയിൽ താഴാൻ പറ്റും. അതായത് ആ പെൺകുട്ടി പറയണമെന്ന് പറഞ്ഞാൽ ഒരു റൂം, ആ പെൺകുട്ടി പറയാം, ആ പെൺകുട്ടി ഈ ഒരു റെക്കോർഡ് ചെയ്യാൻ എന്താണ് ആ റെക്കോർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു റൂം, ആ റൂമിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യും, നഗ്നമായിട്ട് ആ റൂമിൽ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൺകുട്ടികൾ ഒരു ക്യൂ പോലെ രണ്ട് ഡോറുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ സൈഡിലുള്ള ഡോറിൽ നിന്ന് ആൺകുട്ടികൾ ഇങ്ങനെ വരി നിൽക്കും. 1000 ആൾക്കാർ ഇവിടെ പൈസ എടുത്ത് നിർത്തും. ഇത് 1000 ആൾക്കാരിൽ ഓരോ ആൾക്കാർ വന്നിട്ട് ഒരു പമ്പ് വെച്ചിട്ട്, അവൾ പറഞ്ഞ കറക്റ്റ് വേർഡ് റീഫ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ ലിറ്ററലി പറയുകയാണ്. അതായത് ഓരോ ആൾക്കാർ വരുന്ന ഒരു പമ്പ്, അത് യൂസ് ചെയ്ത വാക്ക് ഒരു പമ്പ്, അതായത് ഒരു പ്രാവശ്യം സ്ട്രോക്ക് ചെയ്തിട്ട് ഒരാൾ പോണ് ആ ഡോറിൽ കിടന്ന് അങ്ങനെ അടുത്ത ആൾ വരുന്ന സ്ട്രോക്ക് ചെയ്യുന്ന അടുത്ത ആൾ, അങ്ങനെ 1000 ആൾക്കാർ സ്ട്രോക്ക് ചെയ്ത് ആലോചിച്ചപ്പോൾ ഒരു ടോയ്, ഒരു എന്താ പറയാ, ഇതൊക്കെ അത്രയും ടോയ് പൊട്ടിപ്പോവുക. 1000 ആൾക്കാരാണ്, 1000 ആൾക്കാർ, അതാണ് ഇവളുടെ ഒരു ആഗ്രഹം പോലെ പറയാ. അത്രയും രീതിയിൽ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള സമൂഹമാണ് വെസ്റ്റിലുള്ളത്. ഞാൻ ആലോചിക്കും ഇത് ചെയ്യുന്നതിൽ എന്ത് പ്രൊഡക്റ്റീവായി എന്ത് റിവാർഡ് കിട്ടുന്നത്, എന്ത് പ്രൊഡക്റ്റീവായ കാര്യം കിട്ടുന്നത്. നമ്മളിപ്പോ മലയാളത്തിൽ സാധാരണ പറയുന്നത് കഴപ്പ് എന്ന് പറയുന്നത് അതന്നെ സംഭവം. എന്താ അവസ്ഥ. അതേപോലെ തന്നെ കഴപ്പ് അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായ സംഭവം 2022 ആ ഒരു സമയത്ത് ഉണ്ടായ സംഭവം. സ്റ്റെഫനി മറ്റെന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ചെയ്തു പറഞ്ഞാൽ ആ പെൺകുട്ടി പല പരിപാടികളും ചെയ്തു നോക്കി, പക്ഷെ ഒന്നും അത്രയും കയറുന്നില്ല. ഓൺലി ഫാൻസിൽ പല പെൺകുട്ടി സംഭവം ഇവർ കയറുന്നില്ല. അങ്ങനെ പിന്നെ ഇവളുടെ വീഡിയോസിനൊക്കെ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഫാർട്ട് എന്താണെന്ന് അറിയില്ലേ, ഈ ഫാർട്ട് എനിക്ക്, അതായത് അത്രയും പല ആൾക്കാർക്കും പല ഫെറ്റിഷുകളാണല്ലോ. അപ്പോൾ ഇയാൾക്കുള്ള ഫെറ്റിഷ് എന്ന് പറഞ്ഞാൽ ഇയാൾ റിക്വസ്റ്റ് ചെയ്ത ഫെറ്റിഷ് പറഞ്ഞാൽ ഫാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ റിക്വസ്റ്റ് ചെയ്തത്. അത്രയും ആൺകുട്ടികൾ എന്താ ആലോചിച്ചോക്കണേ. ഒരു പ്രത്യേകിച്ച് ഇവള് ഇവളെ മെയിൻ ഫാൻസ് ഇന്ത്യയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെയാണെന്നാ. അതായത് ഇന്ത്യക്കാരും അതിലുണ്ട്. അപ്പോൾ ഇവള് ഇതേപോലെ ഈ ഫാർട്ട് അല്ലെങ്കിൽ ഈ സംഭവം കുപ്പിയിലാക്കിയിട്ട് ഇത് ആലോചിച്ചോണം, കുപ്പിയിൽ മറ്റേ ജാറിലാക്കിയിട്ട് ആൾക്കാർക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഇവിടുന്ന് അതിന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ വുമൻസിന്റെ ഫാർട്ട് പറയാൻ എന്താ മറ്റേ പാലപ്പൂവിന്റെ മണോ? അത് നമുക്ക് തോന്നും, പക്ഷെ ഇവർക്ക് പറഞ്ഞാല് അതൊക്കെ ഒരു ഫെറ്റിഷായിട്ട് എടുക്കുകയാണ്. ഫാർട്ടിയാൽ കുറച്ച് പറഞ്ഞാൽ അതിനും വലിയ ഫെറ്റിഷുണ്ടോ, പക്ഷെ അതിൽ കിടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട് ആ രീതിയിലേക്ക്. എന്നിട്ട് ഇവിടെ ചാർജ് പറഞ്ഞാൽ ഒരു ജാറിന് $1000 ആണ് ഇവിടെ ചാർജ് ചെയ്തത്. എങ്ങനെ ഉണ്ടാക്കുന്നത് ഉരുളങ്ങളിൽ നിന്നിട്ട് എങ്ങനെ നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ ചാർജ് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ മേടിക്കണുണ്ട് ഈ സാധനം, ഇത്ര ആൾക്കാർ ഈ സംഭവം മേടിക്കണുണ്ട്. എന്താ ഇപ്പം ഇവള് വെറുതെ അടിച്ചിറക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇത് ആൾക്കാർ മേടിക്കാനുണ്ട്. പിന്നെ ഇവള് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൾക്ക് അതിന് വേണ്ടി മാത്രമല്ല പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് കുറെ ഫാൻസ് ചില ആൾക്കാരൊക്കെ ഡെയിലി മെസ്സേജ് ആയിക്കോത്തറ, എന്തിന് ജസ്റ്റ് മുഖം സ്ക്വിൻറ്റ് ചെയ്യില്ലേ, നമ്മളിങ്ങനെ മുഖം ഇങ്ങനെ ആക്കൂലേ, അങ്ങനെ ചെയ്യണതിന് ഇവൾക്ക് പൈസ കൊടുക്കുക, അങ്ങനെ ആക്കണതിന് പൈസ കൊടുക്കുക. ഇവൾക്ക് തന്നെ ഇവിടെ ചില സമയത്ത് അത്ഭുതപ്പെടുക, എന്തിനാ ഇവർ നിങ്ങൾക്ക് പൈസ തരുന്നത്, ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് മുഖം ഇങ്ങനെ ആക്കൽ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇതാക്കണത് പൈസ തരുന്നത്. അതേപോലെ തന്നെ വേറൊരു പെൺകുട്ടി, എന്താണ് അതിൻ്റെ പേര്, ബെല്ലെ ഡെൽഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ഈ പെൺകുട്ടി ചെയ്തെന്ന് പറഞ്ഞാൽ ബാത്ത് വാട്ടർ ഉണ്ട്, കുളിച്ച വെള്ളം കുപ്പിയിലാക്കി കൊടുത്ത് അത് മേടിക്കാൻ ആൾക്കാർ മിനറൽ വാട്ടർ പോലെ. ഇതൊരു മനുഷ്യൻ തന്നെയല്ലേ, ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന പാർട്ട് തന്നെയാണ് എല്ലാവർക്കും. അപ്പൊ കുളിച്ച വെള്ളം അത്ര അഴുക്കാ പോകുന്നത്. ഇപ്പൊ ഇവള് കുളിച്ചാൽ തന്നെ എത്ര ആൾക്കാർക്ക് അറിയാം, ഈ ഇവളെന്നെ ഇട്ട് നിറച്ചിട്ട് കുപ്പിയിലാക്കിയെന്ന് എത്ര ആൾക്കാർക്ക് അറിയാം.
എന്തിനാണ് ഇവര് കുളിക്കുമ്പോ മറ്റേ വാനില ഫ്ലേവർ ഇങ്ങനെ ഒഴുകി പോകും ശരീരത്തിന്ന്. എന്താ ഇവരെ ഓരോ ഫെറ്റിഷുകൾ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ പറഞ്ഞതാണ്, അതായത് ഇവളുടെ മറ്റേ തൊണ്ടക്കുള്ളിൽ നമുക്ക് അറിയില്ല ഒരു ഊബൂല എന്ന് പറയും, ഒരു ഈ തൊണ്ടയുടെ ഉള്ളിലൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു സാധനങ്ങൾ മനസ്സിലായി. അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അതിന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഡോളേഴ്സ് കൊണ്ട് തരാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും മാത്രം എന്താ പറയാ സെക്ഷൻ. ഇവര് പറയും നമ്മളെ ഇന്ത്യക്കാരാണ് കൂടുതൽ സെക്ഷൻ ഫസ്ട്രേറ്റഡ് ഇരിക്കണമെന്ന് എല്ലാരും പറയാം. ഇങ്ങനെ നോക്കി ഇന്ത്യക്കാര് ഒരു ശതമാനം പോലും ആയിട്ടില്ല കേട്ടോ. ഇത് ഈ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇവര് പറയണ എന്താ, അവിടെ അമേരിക്കയിലെ എല്ലാ പെൺകുട്ടികളും ഭയങ്കര നോർമലായിട്ട് കാണുന്നത്, അവിടെ ഈ നഗ്നത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നോർമലൈസ് ആയിട്ട് തന്നെ അവർക്ക് ഇതൊരു വിഷയമില്ലാന്ന് അവർ പറയണത്. പാട്ട് കുപ്പിയിലാക്കി വെക്കുന്നത് നോർമലല്ല. എന്നിട്ട് അവിടെ ഇപ്പൊ എന്താ ഇപ്പൊ അപ്പോഴത്തെ അവസ്ഥ, പാട്ട് കുപ്പിയിലാക്കി വെക്കുക, പിന്നെ കുടിച്ച വെള്ളം എടുത്ത് കൊടുക്കുക, പിന്നെന്താണ് ഇതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കുക, അങ്ങനെ വീടായിട്ടുള്ള സംഭവങ്ങൾ. ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ സംഭവം, അതായത് ഏത് സ്റ്റെഫനി മെറ്റോ പറഞ്ഞ ആള്, പക്ഷെ അതിനും കടുപ്പാണ് അവസ്ഥ.